എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് പുണ്യവേളയിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജനനസമയത്തെ ഗ്രഹസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെടുന്നു എന്ന് ജ്യോതിഷപരമായി നമുക്കൊന്ന് ചിന്തിക്കാം. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആസ്പദമാക്കിയാണല്ലോ ശരിക്കും നമ്മൾ ഒരു ഗ്രഹനില അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നക്ഷത്രത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബത്ലഹേമിൽ അദ്ദേഹം ജനിച്ചപ്പോൾ ദൈവപുത്രനായിട്ട് അദ്ദേഹം ജനിക്കുമ്പോൾ നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം മനസ്സിലാക്കുന്നത് പോലും. മീഖായുടെ പുസ്തകത്തിൽ യഹൂദ മിശിഹ ജെറൂസലേമിൻ്റെ തെക്ക് ബത്ലഹേമിൽ ജനിക്കുമെന്ന് ഒരു പ്രവചനമായി ഉണ്ടത്രേ. അതിനാൽ ജ്ഞാനികൾ ഈ ജെറൂസലേമിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം അവരെ യേശുവിൻ്റെ ജന്മസ്ഥലമായ ബത്ലഹേമിലേക്ക് നയിക്കുന്നു. അവിടെ അവർ അവനെ ആരാധിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. പല ക്രിസ്ത്യാനികളും നക്ഷത്രം ഒരു അത്ഭുത അടയാളമാണെന്ന് വിശ്വസിക്കുന്നു. നക്ഷത്രപ്രവചനം എന്നറിയപ്പെടുന്ന ഒരു പ്രവചനം നക്ഷത്രം നിറവേറ്റിയതായിട്ട് ചില ദൈവശാസ്ത്രജ്ഞർ അവകാശപ്പെടുകയും ചെയ്യുന്നു. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സംയോജനം ചന്ദ്രനോടൊപ്പം നിന്നു എന്നവർ വിശ്വസിക്കപ്പെടുന്നു. നമുക്കറിയാം, 2025 നമ്മൾ വരവേൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ഡെത്തിന് ശേഷമുള്ള 2025, അതായത് 2025 വർഷത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതകാലമായ ഒരു 33 വർഷം എന്ന് കണക്കാക്കുമ്പോൾ അങ്ങനെ ഒരു 2050 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പണ്ഡിതന്മാർ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥാനങ്ങളൊന്നുമല്ല ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്രഹസ്ഥിതിയെന്ന്. എന്നിരുന്നാലും പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ബൈബിളിൽ നിന്നൊക്കെയുള്ള വചനങ്ങളിൽ നിന്നുമൊക്കെ ഒരു ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെയും മരണത്തെയും പറ്റിയൊക്കെ. പ്രശസ്ത ജ്യോതിശാസ്ത്ര പണ്ഡിതനായ ശ്രീ BV രാമൻ യേശുക്രിസ്തുവിൻ്റെ ജനന ഗ്രഹസ്ഥിതിയെ വിശദമായി അപഗ്രഥിച്ച് നോട്ടബിൾ ഹൊറോസ്കോപ്സ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമുക്കറിയാം, അദ്ദേഹം ഡിസംബർ 25 ധനുമാസമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. സൂര്യൻ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ആത്മകാരകനും പിതൃകാരകനുമായ സൂര്യൻ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സൂര്യരാശിയിൽ തന്നെ ബുധനുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അദ്ദേഹം ധനുമാസത്തിലെ ഒരു അർദ്ധരാത്രി സമയത്താണ്, 12 മണി സമയത്താണ് ജനനം എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലഗ്നം കന്നി ലഗ്നമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് കന്നി ലഗ്നമാകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, അദ്ദേഹത്തിൻ്റെ ദേഹകാരകത്വമുള്ള ആ ലഗ്നസ്ഥിതി കന്നിയിലാണ് വരുന്നത്. അദ്ദേഹം കന്യാമറിയത്തിൻ്റെ പുത്രനായിട്ടാണല്ലോ അറിയപ്പെടുന്നതും, കന്യാമറിയത്തിൻ്റെ പുത്രനാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജനനം കന്നി ലഗ്നത്തിലായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. നക്ഷത്രത്തെ ആസ്പദമാക്കിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജനനം പ്രവചിച്ചത്. ആ നക്ഷത്രം സൂര്യൻ്റെയും ശനിയുടെയും വ്യാഴത്തിൻ്റെയും കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ആ നക്ഷത്രം വളരെ തെളിഞ്ഞ് കാണപ്പെട്ട സമയത്താണ് ആ നക്ഷത്രത്തെ പിന്തുടർന്നാണ് ജ്ഞാനികൾ അദ്ദേഹത്തിൻ്റെ ജനനം ജെറൂസലേമിൽ നിന്ന് മനസ്സിലാക്കുന്നതും. അപ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്നത് ലഗ്നാൽ 7ാം ഭാവത്തിൽ മീനം രാശിയിലാണ്. ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 3ാം ഭാവത്തിൽ ശുക്രൻ രാഹു യോഗത്തോടു കൂടി നിൽക്കുന്നു. അവിടോട്ട് ഹംസയോഗപ്രദനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. 6ാം ഭാവത്തിൽ കുജനും അഷ്ടമാധിപനായ കുജനും പിന്നെ 9ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആധാരമാക്കാവുന്ന ഒരു ഗ്രഹസ്ഥാനങ്ങൾ. അപ്പം ലഗ്നം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കന്യായാം പരദേശക എന്നാണല്ലോ ഒരു ചൊല്ലുള്ളത്. അതായത് അദ്ദേഹത്തിന് ഒരു ഉത്രട്ടാതിയിൽ ജനനമായതുകൊണ്ട് ശനിദശയാണ് ജനനത്തിൻ്റെ ഒരു ഊഹം 12 വർഷം വരെയും അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹം ചന്ദ്രനോട് കൂടിയിരിക്കുന്ന ശനിയാണ്. അപ്പോൾ അദ്ദേഹം പരദേശത്ത് ജ്ഞാന സമ്പാദനത്തിനായിട്ട് പോയി എന്ന് വേണം ചിന്തിക്കാൻ. വ്യാഴം അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലോട്ട് ദൃഷ്ടിയും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു പരദേശത്ത് അദ്ദേഹം പോയി എന്ന് ചിന്തിക്കാം. ഈ കന്യയെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം അദ്ദേഹത്തിൻ്റെ ജനനം പശുത്തൊഴുത്തിലായിരുന്നു എന്ന് പറയുന്നു. അപ്പം പിന്നെ മറ്റൊരു വിശേഷമുള്ളത് അദ്ദേഹം പ്രിയവചനായിരിക്കും എന്നാണ് ഈ കന്യലഗ്നത്തെ കൊണ്ട് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്. അതായത് സന്തോഷം ജനിക്കത്തക്ക മനോഹര വാക്കുകൾ സംസാരിക്കുന്നവനും, അതുപോലെ ശാസ്ത്രാർത്ഥ വിദ്ധാർമ്മിക മേധാവി എന്നാണ് പറയുന്നത്. അതായത് ശാസ്ത്രങ്ങളിലും സകല ശാസ്ത്രങ്ങളിലും അർത്ഥമറിയുന്നവനും, ധർമ്മിഷ്ഠനും, ബുദ്ധിക്ക് നല്ല ധാരണാശക്തിയുള്ളവനും, അതുപോലെ നല്ല മേധാവി, അതായത് ഒരു ജനതയെ മൊത്തം അദ്ദേഹം മേധാവിയായിരുന്നുവല്ലോ, ജനതയുടെ തന്നെ മേധാവിയായിരുന്നുവല്ലോ അദ്ദേഹം. അതായത് ഈ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ നിന്ന് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണല്ലോ. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏവർക്കും എക്കാലത്തും ഒരുപോലെ പ്രസക്തമായ വചനങ്ങളും ആണ് അദ്ദേഹത്തിൻ്റേത് എന്ന്. ഒരുവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഏറ്റവും പ്രാപ്തമായ വചനങ്ങൾ തന്നെയാണ് അവയെന്ന് അദ്ദേഹത്തിന് ഈ ഗ്രഹസ്ഥിതിയിലൂടെ അദ്ദേഹത്തിന് അതിനുള്ള കഴിവ്, അദ്ദേഹത്തിന് ആ ചന്ദ്രനും വ്യാഴവും ഒക്കെ കൊടുത്ത ആ ഒരു കഴിവ് നമുക്ക് ഈ ഗ്രഹസ്ഥിതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹത്തിന് വ്യാഴം ശനിയോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരം കൊണ്ടുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മേഖല അദ്ദേഹത്തിന് പറയണം. അതും അദ്ദേഹത്തിൻ്റെ പിതാവിന് ആശാരിപ്പണിയായിരുന്നു. അങ്ങനൊരു ഒരു പ്രവൃത്തി മേഖല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ടും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 4-ാം ഭാവത്തിലെ ആദിത്യൻ്റെ സ്ഥിതിയും ആദിത്യൻ്റെ കേന്ദ്രത്തിലെ ചന്ദ്രൻ്റെ സ്ഥിതിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ ബാല്യകാല ദുരിതങ്ങളെയും വീടുമായിട്ട് സംബന്ധിച്ചുള്ള ആ ക്ലേശങ്ങളെയും ദാരിദ്ര്യ അവസ്ഥകളെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് താനും. ഇവിടെ ചന്ദ്രൻ്റെ കൂടെ വ്യാഴസ്ഥിതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി ഇരുന്നാൽ ഒരു ഹംസയോഗം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് തീക്ഷ്ണമായ മാനസിക ധാരണയും നീതിപൂർവകമായ ഒരു പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്നത്. നല്ല പരാക്രമമുള്ളവനും അവസാനം വരെ പൊരുതുന്നവനും തൻ്റെ കുലത്തിൽ മുഖ്യനും ബുദ്ധി അതിയായി സ്ഥിരമായി ഇരിക്കുന്നവനുമായിരിക്കും എന്നുണ്ട്. യേശുവിനെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങളെല്ലാം വളരെ പ്രാബല്യമായിട്ട് തന്നെ കാണാമല്ലോ. പിന്നെ ചന്ദ്ര-ശനി യോഗം പറയുന്നുണ്ട്. ചന്ദ്രനോടൊപ്പം ശനിയുടെ സാന്നിധ്യമോ ക്രിസ്തുവിൻ്റെ സൗമ്യതയും എളിമയെയും അനുകമ്പയെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ ശനിയോട് കൂടിയാൽ മറ്റൊരു പിതാവ് ഉള്ളവനും കൂടിയായിരിക്കും, മറ്റൊരു വ്യക്തി പിതാവിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുന്നവനും ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മറിയവും ജോസഫുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെങ്കിലും ദൈവപുത്രനായിട്ടാണല്ലോ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു യോഗത്തിൻ്റെ ആ ഒരു ഇതും യേശുവിൻ്റെ ജാതകവുമായിട്ട് ഒരു നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാകുന്നു. അതായത് പ്രധാന ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴവും ശനിയും കേന്ദ്രങ്ങളിലാണ് വസിക്കുന്നത്. ജനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും പ്രവർത്തനക്ഷമതയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ പൂർണ്ണതയും സമ്പൂർണ്ണതയും പ്രവർത്തനത്തിലും വ്യത്യസ്തമായ അനുഭവത്തിലും സമ്പന്നമായ വ്യാഴത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെയും അസാധാരണമായ ശക്തമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ദശാകാലം ചിന്തിച്ചാൽ ബാല്യത്തിൽ ശനിദശയായിരുന്നു. ഈ ബാല്യകാലം അദ്ദേഹത്തിന് ക്ലേശപൂർണ്ണമായിരുന്നു താനും. പിന്നീട് എന്നാൽ അദ്ദേഹം അടുത്ത ബുധദശ അദ്ദേഹം ജ്ഞാനസമ്പാദനത്തിനായിട്ട് പോയതായിട്ടാണ് അറിവ്. പിന്നീട് വന്ന കേതുദശയിൽ അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിക്കുകയും പർവ്വത പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഇത് ഒരു 3 വർഷത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ കേതുദശയുടെ അവസാനത്തിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം പീഡനം മൂലമാണ് സംഭവിച്ചത്. ഇതിൽ നമുക്ക് കാണാം അഷ്ടമഭാവമായ അഷ്ടമത്തിലെ ഒരു കുജൻ്റെ സ്ഥാനമാണ് അഷ്ടമം. ഈ കുജൻ ആണെങ്കിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതായത് ലഗ്നം 9-ൽ നിൽക്കുന്ന കേതുവിന് ആ ശനി ദൃഷ്ടി, ശത്രുക്കളുടെ ഭാവമായ 6-ൽ നിന്നുകൊണ്ടുള്ള കുജൻ്റെ ദൃഷ്ടിയും അദ്ദേഹത്തിന് ക്രൂരമായ ഒരു മരണം അദ്ദേഹത്തിന് ഉണ്ടായി എന്നും ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്താൽ ചതിയിലൂടെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഈ ചൊവ്വയുടെ സ്വഭാവത്താൽ 3-ാം ഭാവാധിപത്യം കുജനുള്ളതിനാൽ അതായത് സഹായികൾ തന്നെ അദ്ദേഹത്തിനെ ചതിച്ചു എന്നുള്ളതും വാസ്തവമാണല്ലോ. ഈ കുജൻ്റെ ഈ ഒരു ദൃഷ്ടിയും ഒക്കെ ദശയുടെ നാഥനായ കേതുവിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രൂരമായി ക്രൂശിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. പിന്നീട് വ്യാഴം ചന്ദ്രനെയും ലഗ്നത്തിൽ നിന്ന് 7-ാമത്തതും സംക്രമിക്കുമ്പോൾ
അദ്ദേഹത്തിന് ഒരു പുനരുത്ഥാനം നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽപ്പ് നടന്നത്, വ്യാഴത്തിൻ്റെ സംക്രമണം ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിന് അസാധാരണമായ നിറം നൽകുന്നു. കേതുദശയിൽ വ്യാഴം റാഡിക്കൽ ചന്ദ്രനെയും ലഗ്നത്തിൽ നിന്ന് 7-ാമത്തെയും സംക്രമിക്കുമ്പോൾ പുനരുത്ഥാനം നടന്നു എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിൻ്റെ സംക്രമണം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിനെ സാധൂകരിക്കുന്നു. എൻ്റെ ഗുരുനാഥനായ ശ്രീ ബാബുപണിക്കർ സാർ എൻ്റെ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് ഈ ഒരു യേശുക്രിസ്തുവിൻ്റെ ജാതകം അപഗ്രഥനം ചെയ്യുവാൻ തോന്നിയതും ഇവിടെ അവതരിപ്പിക്കുവാൻ തോന്നിയതും. അദ്ദേഹം തന്ന ഡേറ്റാസിൻ്റെയും ഒരു പിൻബലത്തിലാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനോട് എൻ്റെ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ ഒരു വീഡിയോയും എല്ലാവരും സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം.